സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പതിപോലെ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പിയുടെ ദിവസമാണെന്ന്. ഇന്ന് ലോക ജലദിനവുമായി ബന്ധപ്പെട്ട് ജലവുമായി ബന്ധപ്പെട്ട നദികൾ, ജലം എന്നൊക്കെ ഉള്ള പാട്ടുകളെ നമുക്ക് ഓർമ്മിക്കാം. അതോടൊപ്പം നമ്മുടെ മനോജ് സാറിൻ്റെ ഒന്ന് രണ്ട് ട്രിബ്യൂട്ടുകളുണ്ട്, അതും കൂടെ ഒന്ന് പ്ലേ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് മനോജ് സാറ് പ്രിപ്പയർ ചെയ്ത ജലദിനത്തെക്കുറിച്ച്, മാർച്ച് 22 ജലദിനത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇത് നമുക്ക് ആദ്യം കേൾക്കാം, അതിനുശേഷം തുടരും. ഇന്ന് ലോക ജലദിനം. എല്ലാ വർഷവും മാർച്ച് 22-ന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ശുദ്ധജലത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനും ഉത്തരവാദിത്വമുള്ള ജല ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ലോക ജലദിനം ആചരിക്കുന്നു. ജീവൻ, ആരോഗ്യം, ഭക്ഷ്യോൽപാദനം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ജലം അത്യാവശ്യമാണെന്ന് ഈ ദിനം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും എല്ലാവർക്കും സുരക്ഷിതമായ ജലം ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സർക്കാരുകളെയും സമൂഹങ്ങളെയും വ്യക്തികളെയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. 1992-ൽ റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച സമ്മേളനത്തിലാണ് ലോക ജലദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. സമ്മേളനത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള ജലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള ഔദ്യോഗിക ദിനമായി ഐക്യരാഷ്ട്രസഭ മാർച്ച് 22 പ്രഖ്യാപിച്ചു. ലോക ജലദിനവുമായി ബന്ധപ്പെട്ട് മനോജ് സാർ ഒരുക്കിയ ഒരു ചെറിയ വീഡിയോ ആണിത്. അതോടൊപ്പം സാറ് ഒരു ട്രിബ്യൂട്ടും കൂടെ ജലദിനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പാട്ടുവിശേഷത്തിലേക്ക് തന്നിട്ടുണ്ട്, അതും കൂടെ നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ിലേക്ക് ഇറ്റിറ്റു വീഴുന്ന ജലകണികകളെ പോലെയാണ് മനുഷ്യന്റെ ജീവിത ചൂടുകളിൽ പെയ്തിറങ്ങുന്ന പാട്ടുകളും. എന്നും നനവാർന്നതാണ് മലയാളികളുടെ സിനിമാ പാട്ടുലോകം. ഈ നനവുകളാണ് മലയാള ചലച്ചിത്ര ഗാനങ്ങളെ ജനകീയമാക്കുന്നതും. എല്ലാ കാലത്തും നമ്മുടെ ഹൃദയ ഭൂമികയിലൂടെ ഈണങ്ങളുടെ നനവും വഹിച്ച് പുഴകളും കായലുകളുമൊക്കെ ഒഴുകിയിട്ടുമുണ്ട്. ഗംഗയിലും യമുനയിലും കാവേരിയിലും തുടങ്ങി ജലവും പുഴയും വെറും വാക്കായും ജീവനാമമായും പ്രത്യക്ഷപ്പെടുന്ന നിരവധി ചലച്ചിത്ര ഗാനങ്ങളുണ്ട് മലയാളത്തിൽ. കോലത്ത് നാട്ടിൻ്റെ പണ്ണാത്തിപ്പുഴയും മയ്യഴിയും, കടത്തനാട്ടുകാരൻ്റെ കല്ലായിയും ഇരുവഴിഞ്ഞയും, വള്ളുവനാടിൻ്റെ നിളയും പെരിയാറും, മധ്യ കേരളത്തിൻ്റെ പമ്പയും മണിമലയും കേച്ചേരിപ്പുഴയും ചാലക്കുടിപ്പുഴയും, തെക്കൻ്റെ പല്ലനയാറും അഷ്ടമുടിക്കായലുമൊക്കെ നമുക്ക് ചുറ്റും പാട്ടായി ഒഴുകുന്നുണ്ട്. ഈ ലോക ജലദിനത്തിൽ
അത്തരം ചില ഗാനങ്ങളെ ഓർക്കുകയാണ് ഇന്ന് നമ്മൾ പാട്ടിന്റെ വഴി. ലോക ജലദിനവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൂല്യമായ നിധിയാണ് ജലം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചാണ് 2016 ജലം എന്ന പേരിലൊരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. അതിൽ 4 പാട്ടുകളുണ്ട്. ഔസേപ്പച്ചൻ സംഗീതം ചെയ്ത 4 പാട്ടുകളും അതിനകത്തുണ്ട്. പകൽ പാതിചാരി, അതുപോലെ ഭൂമിയിൽ എങ്ങാനുമുണ്ടോ, കൂടുവയ്ക്കാൻ, യാത്ര, മനോഹരമേഘം. ഇന്ന് ചില പാട്ടുകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പാടാൻ പറ്റുന്ന കുറച്ച് പാട്ടുകൾ, ജലം, പുഴ എന്നൊക്കെ പറയുന്ന ടൈറ്റിലോട് ചേർന്ന് വരുന്ന കുറേ പാട്ടുകളാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. പാട്ടുകളിലേക്ക് നമുക്ക് കടക്കാം. അതിനുമുമ്പ് ജലദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ശരിയാ. ജലം അമൂല്യമായ ഞാൻ പറയട്ടെ സാർ. പറയും. മാർച്ച് 22 ആണ് വേൾഡ് വാട്ടർ ഡേ ആഘോഷിക്കുന്നത്. അത് പിന്നെ ജലത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തെ പറ്റിയും ഒരു ഓർമ്മപ്പെടുത്തലാണിത്, മാർച്ച് 22. കാരണം ജനങ്ങളെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പിന്നെ വായുവും ഭക്ഷണവും പോലെ തന്നെ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത ഒരു സംഗതിയാണ് ജലം എന്ന് പറയുന്നത്. മനുഷ്യനെ ജീവിതമായിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ഇണങ്ങിച്ചേർന്നിരിക്കുന്ന ഒന്നാണ് ജലം. അങ്ങനെയുള്ള ജലത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ചും പിന്നെ ഈ ജലസ്രോതസ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക സ്ഥിരമായിട്ട്, അത്തരം കാര്യങ്ങളെക്കുറിച്ചും ഒരവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേൾഡ് വാട്ടർ ഡേ മാർച്ച് 22 ആഘോഷിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഓക്കെ സാർ, തീർച്ചയായും. ഇപ്പോൾ വളരെ പ്രാധാന്യമാണ്. നമുക്കറിയാം, വർഷം കഴിയുന്തോറും ജലത്തിന്റെ ദൗർലഭ്യം, കുപ്പിയിൽ വെള്ളമൊക്കെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തൊരു തലമുറ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ മാറി കുപ്പിയിൽ വെള്ളമായി. കുപ്പിയിലെ വെള്ളത്തിൽ എത്രമാത്രം പ്ലാസ്റ്റിക്കിന്റെ മാലിന്യങ്ങളാണ് നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. എങ്കിലും കുപ്പിയും വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പഴയ പോലത്തെ ഗ്ലാസ് കുപ്പികളൊന്നും ഇല്ലാത്ത അവസ്ഥ. മനോജ് സാർ എത്തിയിട്ടുണ്ട്. നമസ്കാരം സാർ. 2 പാട്ടുകളും 2 വീഡിയോസ് ഞാൻ പ്ലേ ചെയ്തിരുന്നു. ഓക്കെ സാർ, ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ജോയിൻ നടന്നു അറിയാൻ വളരെ സന്തോഷം സാർ. ഓക്കെ, 2 പ്ലേ ചെയ്തു. പിന്നെ നമുക്ക് ഇനി പാട്ടുകളിലേക്ക് പോവുകയാണ്. സാർ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോളൂ. ജസ്റ്റ് ഒരു ഒന്നുമില്ല, എനിക്ക് പറയാനുള്ളത് അതിൽ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് പ്രത്യേകിച്ച് ഇനി ഒന്നും പറയാൻ തന്നെയില്ല സാർ. അടുത്ത നമുക്ക് പാട്ടുകളിലേക്ക് പോവാം, അതാണ് വേണ്ടത്. ഓക്കെ, പറയാം കേട്ടോ. പത്മമാം പറഞ്ഞോളൂ. അതിപ്പം ജലത്തിൻ്റെത് പറഞ്ഞപ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തില് ജലമാന്ന് അവര് വലിയൊരു ആയുധാക്കുന്നത് പോലെ തോന്നുന്നത്. കുടിവെള്ളം 2 രാജ്യങ്ങളും തമ്മിൽ പറയുന്നതാണ്, കുടിവെള്ളം മുട്ടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അത് ഏറ്റവും വലിയ പ്രധാന ഉള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. ഇത്രയാണ് പറയാൻ. ഒരു കടലിടുക്ക്, ഒരു ജലത്തിന്റെ ഒരു സ്രോതസ്സിനെയാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതിനെ വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വില പേശുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി പോയിന്റുകൾ അതിൻ്റെ അകത്തുണ്ട്. എനിവേ നമുക്ക് സാറേ, അതുപോലെ ഇപ്പം പുഴയുടെ പുഴയാണെങ്കിൽ മലിനപ്പെടുന്നതുകൊണ്ട് പണ്ടെല്ലാം നമുക്ക് പിന്നെ എല്ലാം തോടുകളിലും എല്ലാം നല്ല രീതിയിൽ ജലം അലക്കാനത്. ഇപ്പൊ അങ്ങനെ ഒരു സംഭവമില്ല. പ്ലാസ്റ്റിക് പിന്നെ കൂടുകളും എല്ലാം ഡംപ് ചെയ്യുന്ന ഇതെല്ലാം തോടിലും പുഴയിലെല്ലാം. അതുകൊണ്ട് അതുപോലെ തന്നെ കുടിക്കാൻ അരുവികൾ ഉണ്ടല്ലോ സാറേ. പണ്ടിങ്ങനെ അവിടെ പോയിട്ട് ഈ പാറേന്റെ മുകളിൽ അരുവി ജലം ഒഴുകുന്നതാണെങ്കിൽ അത് നമ്മളിങ്ങനെ കൈക്കുമ്പിളിൽ ഇങ്ങനെ കുടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല, അതൊന്നും പറ്റുന്നില്ല ഇപ്പൊ മലിനപ്പെടുന്നോണ്ട്. താങ്ക് യു സാർ. അതുപോലെ തന്നെ പിന്നെ സബു സാറെ പണ്ട് പറഞ്ഞു കേട്ടിരുന്നു, ഇനിയും ഉണ്ടാവുന്ന ഒരു ലോക യുദ്ധം പോലും ജലത്തിന് വേണ്ടിയാകാമെന്നുള്ള ഒരു വരെ നോസ്ട്രാമസിനെ പോലുള്ള പ്രൊഡിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ശത്രുരാജ്യങ്ങളുടെ കുടിവെള്ള പദ്ധതികളെയൊക്കെ ബോംബിടുകയാണ് ചെയ്യുന്നത്. അത് ഏറ്റവും നമുക്ക് മനുഷ്യന്റെ ബേസിക് ആവശ്യമായുള്ള ഒന്നാണ്. ജലമില്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അതിനെയൊക്കെയാണ് ഈ തകർക്കപ്പെടുന്നതും
അപ്പൊ ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ പോലും നമ്മൾക്കൊന്നും അതിനകത്ത് അതിശയപ്പെടേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് ജസ്റ്റ് ഇപ്പോൾ ഇത് കേട്ടപ്പോൾ ഓർമ്മ വന്നത്. താങ്ക് യു സാർ, താങ്ക് യു. അതെ, വെള്ളമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ചിന്തിക്കാൻ പോലും വയ്യ. ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. വായു എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കാം, പക്ഷെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പാട്ടിലേക്ക് പോകാം. പ്രധാനമായും നമ്മൾ ആദ്യത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാറിന്റെ ഇതിലുണ്ടായിരുന്നതാണ് പുഴകൾ മലകൾ പൂവനങ്ങൾ. നദി എന്ന സിനിമയ്ക്ക് വേണ്ടി ജി ദേവരാജൻ മാഷിന്റെ മ്യൂസിക്കില് വയലാർ രാമവർമ്മയുടെ വരികൾ കെ ജെ യേശുദാസ് പാടിയ ഒരു പാട്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആരാണ് തുടങ്ങുന്നത്? ആർക്കെങ്കിലും ബിനാമം ആർക്കെങ്കിലും ഒന്ന് പാടാമോ? പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനം, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതല മണപ്പുറങ്ങൾ. വിരമം പാടിക്കും. പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. ഓക്കെ, വേറെ ആർക്കും രണ്ടുപേരി നാലുപേരി ശ്രമിക്കാം സാറേ, ശ്രമിക്കാം. പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. ഇവിടമാണിതിഹാസരൂപിയ ഈശ്വരനിറങ്ങിയ തീരം. ഇവിടമാണാദ്യമായ മനുജാഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം. ഓ താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമോ? രണ്ടുപേരി. യെസ്, പത്മ. ഞാൻ ശ്രമിക്കാം സർ. ആയിക്കോട്ടെ. പത്മമ്മ ആര് പാടുന്നത്? ജോർജ് സാറാണോ? അന്ന് പാടിക്കോ, എന്നിട്ട് മതി. ഓക്കെ, താങ്ക് യു സർ. പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്കു കിട്ടിയ ശ്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്കു കിട്ടിയ ശ്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. ഇവിടമാണിതിഹാസരൂപിയ ഈശ്വരനിറങ്ങിയ തീരം. ഇവിടമാണാദ്യമായി മനുജാഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം. ഓ പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്കു കിട്ടിയ ശ്രീധനങ്ങൾ. താങ്ക് യു സർ.
ഓക്കെ. സാബു സാർ ഇതിന്റെ ആ ഒരു ആ പാട്ടിനെ കുറിച്ചൊരു സന്ദർഭം, ഇത് നദി എന്ന് പറഞ്ഞ സിനിമയിലെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. നദി എന്ന് പറഞ്ഞ സിനിമയില് ഉള്ളൊരു ഗാനമാണിത്. വയലാർ എഴുതിയാണ്. ഒട്ടും അതിശയമില്ല ഇങ്ങനെയുള്ള വരികളൊക്കെ നമ്മൾ കാണുകയും അതിന് ദേവരായ മാഷയുടെ സംഗീതം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അന്നത്തെ കാലത്തെ ഈ പാട്ടുകളെ ശരിക്കും പറഞ്ഞാൽ കാലഘട്ടത്തിന് മുന്നേ എഴുതിയ പാട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഈ സിനിമ എടുക്കുന്നതിന് പോലും. ഇതിന്റെ ഈ അനുപല്ലവിയൊക്കെ സാറ് ശരിക്കും നമ്മളൊന്ന് നോക്കണം. എന്റെ വരികളിലൂടെ ഒന്ന് പോയിട്ടുണ്ടെങ്കിലേ അപ്പൊ അനുപല്ലവി പാടി ഇവിടമാണ് ഇതിഹാസ രൂപിയാം ഈശ്വരനിറങ്ങിയ തീരം, ഇവിടമാണാദ്യമായി മനുഷ്യാഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം. അതാണ് രണ്ടാമത്തേത്. നോക്കിയേ സാറേ, കതിരിടും ഇവിടമാണ് അദ്വൈത ചിന്തതൻ കാലടി പതിഞ്ഞൊരു തീരം, പുരുഷാന്തരങ്ങളെ ഇവിടെ കൊളുത്തുമോ പുതിയൊരു സംഗമദീപം. ഓ, അപ്പൊ അങ്ങനെ പോകുന്നു ഇപ്പൊ പാട്ട്. അപ്പോൾ ഇതിനകത്തൊരു വലിയ ഹോപ്പ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ജനിച്ച ഈ ഭൂമിയിലെ എല്ലാ നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങള് ഇതെല്ലാം വയലാറിന്റെ വരികളിലൂടെ കേൾക്കുകയും അതിന് പറ്റിയ സംഗീതം ഒക്കെ ചെയ്തപ്പോൾ ആ പാട്ടിന്റെ തന്നെ ഭംഗി മാറിപ്പോയി. ശരിക്കും ഇതിന്റെ ഒരു വിഷ്വൽ വേണ്ടി ഞാൻ പോയിട്ട് ഇത് ഇന്ന് കിട്ടിയില്ല, അതുകൊണ്ടാണ് എന്റെ പാട്ട് മാത്രം കിട്ടുക. അപ്പൊ അത്രമാത്രം മനോഹരമായിട്ട് ഈ നദി എന്ന് പറയുന്ന സിനിമയും ഓർക്കുന്നുണ്ടാവും, പണ്ട് കാലത്ത് ഇത് കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷെ എല്ലാവരും. അപ്പൊ ആ സിനിമയും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ പാട്ടിന് ഭംഗിയായി, സിനിമയ്ക്ക് ഭംഗിയായി, വരികൾക്ക് ഭംഗിയായി. ഇവിടെയാണ് ഈ പാട്ടുകൾക്കുള്ള പ്രസക്തി ഒക്കെ നമ്മൾ കാണേണ്ടത്. ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. പെടാം. ജ്യോതികുമാർ സാർ പറയുമെന്തോ? ഞാനൊരു വഴിയിലുള്ളത്, അതുകൊണ്ടാണ് ഓണാക്കാത്തത്. ഓക്കെ. പിന്നെ അതോടൊപ്പം ഞാൻ പറയട്ടെ, നമ്മളെ മനോജ് സാറിന്റെ ആ ഒരു വീഡിയോ ഉണ്ടായില്ലേ പുഴകളെ പറ്റി, അതിൽ അദ്ദേഹത്തിന്റെ ആ ഘനഗംഭീര ശബ്ദത്തോടു കൂടിയുള്ള ആ വോയിസ് ഗംഭീരായിരുന്നു എന്ന് ഞാൻ ആദ്യം പറയട്ടെ. ഗംഭീരായി സർ. ഓക്കെ. പുഴകൾ, ഓക്കെ സാർ, താങ്ക് യു. മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതളമണപ്പുറങ്ങൾ, പുഴകൾ, ഇവിടമാണ് ഇതിഹാസ രൂപിയാം ഈശ്വരനിറങ്ങിയ തീരം, ഇവിടമാദ്യമായി അനുഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു സാർ. പാടാം. ഓക്കെ. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ ശ്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഇവിടമാണിതിഹാസ രൂപിയ ഈശ്വരനിറങ്ങിയ തീരം, ഇവിടമാണാദ്യമായി അഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം, ഇവിടമാണിതിഹാസ രൂപിയ ഈശ്വരനിറങ്ങിയ തീരം, ഇവിടമാണാദ്യമായി മനുജാഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം, കതിരിടും ഇവിടമാണദ്വൈത ചിന്തതൻ കാലടി പതിഞ്ഞൊരു തീരം, പുരുഷാന്തരങ്ങളെ ഇവിടെ കൊളുത്തുമോ പുതിയൊരു സംഗമദീപം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ,
മന്ദാര താമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. താങ്ക് യു. ഓക്കെ. മോഹന മാം പഠിക്കും. ഞാൻ പാടാം. ആ പഠിക്കും. പാടാം. ആ. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള പണപ്പുറങ്ങൾ, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, വിടമാണിതിഹാസരൂപിയ ഈശ്വരനിറങ്ങിയ തീരം, ഇവിടമാണാദ്യമായി മനുജാഭിലാഷങ്ങൾ ഇരുളിട്ട സുന്ദര തീരം. ഓ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ, കതിരിടും ഇവിടമാണ് അദ്വൈത ചിന്തതൻ കാടി അതിഞ്ഞൊരു തീരം, പുരുഷാന്തരങ്ങളെ ഇവിടെ കൊളുത്തുമോ പുതിയൊരു സംഗമ ദീപം. ഓ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ. താങ്ക് യു സാർ. താങ്ക് യു. അടുത്ത പത്മമാം പഠിക്കും. കുഞ്ഞോയ് മാസ്റ്റർ പാടും. പത്മമാം പാടും. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ, പുഴകൾ. താങ്ക് യു. ഓക്കെ. ആരെങ്കിലും കുഞ്ഞോയ് മാസ്റ്റർ, ആരെങ്കിലും? ജോസഫ് ജോൺ സാർ ഉണ്ട്. ആർക്കെങ്കിലും? രമാദേവി മാം പഠിക്കും. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഇവിടമാണിതിഹാസരൂപിയ ഈശ്വരനിറങ്ങിയ തീരം, ഇവിടമാണിതിഹാസരൂപിയ ഈശ്വരനിറങ്ങിയ തീരം, ഇവിടമാണാദ്യമായി മനുജാഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം. ഓ ഓ ഓ ഓ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. താങ്ക് യു സർ. ഓക്കെ മാം, താങ്ക് യു. ജോസഫ് ജോൺ സാർ പഠിക്കോളൂ. ജലത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ജലം അതുമായിട്ട് ബന്ധപ്പെട്ട. പുഴയിൽ വെള്ളമുണ്ടല്ലോ. അതെ. ഞാൻ വേറൊരു പാട്ട് നോക്കിയായിരുന്നു, കളകളം കായലോരങ്ങൾ പാടും. അത് ആ പിന്നെ പാടാം. പിന്നെ പാടാം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ, പുഴകൾ, മലകൾ,
പൂവനങ്ങൾ ഭൂമിക്കു കെട്ടിയ ശ്രീധനങ്ങൾ. ഇവിടമാണിതിഹാസരൂപിയാം ഈശ്വരനിറങ്ങിയ തീരം. ഇവിടമാണാദ്യമായി മനുജാഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം. ഓ ഓ ഓ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ. സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. ഓക്കെ. ഓക്കെ, വേറെ ഇനി ആർക്കും അവിടെ സ്നേഹിത മാം ഞാൻ പാടാം സാറേ, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. സ്നേഹിത മാം ഒന്ന് പാടിക്കോട്ടെ, ഒരു മിനിറ്റ്. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ. സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. ഇവിടമാണിതിഹാസരൂപിയ ഈശ്വരനിറങ്ങിയ തീരം. ഇവിടമാണാദ്യമായി മനുജാഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ. കതിരിടും ഇവിടമാണദ്വൈത ചിന്തതൻ കാലടി പതിഞ്ഞൊരു തീരം. പുരുഷാന്തരങ്ങളെ ഇവിടെ കൊളുത്തുമോ പുതിയൊരു സംഗമദീപം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ. സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. താങ്ക് യു സർ. ഓക്കെ, ശ്രീകുമാരി മാം പാടിക്കോ. താങ്ക് യു സർ. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കെട്ടിയ ശ്രീധനങ്ങൾ. സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. പുഴകൾ, മലകൾ, പൂവനങ്ങൾ. ഇവിടമാണിതിഹാസരൂപിയാം ഈശ്വരനിറങ്ങിയ ധീരം. ഇവിടമാണാദ്യമായി മനുജാഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം. ഓ പുഴകൾ, മലകൾ, കതിരിടും ഇവിടമാണദ്വൈത ചിന്തതൻ കാലടി പതിഞ്ഞൊരു തീരം. പുരുഷാന്തരങ്ങളെ ഇവിടെ കൊളുത്തുമോ പുതിയൊരു സംഗമദീപം. ഓ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കെട്ടിയ ശ്രീധനങ്ങൾ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഇവിടമാണിതിഹാസരൂപിയാം ഈശ്വരനിറങ്ങിയ തീരം. ഇവിടമാണാദ്യമായി മനുഷ്യാഭിലാഷങ്ങൾ ഇതളിട്ട സുന്ദര തീരം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ. സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. വിജയ് മാസ്റ്റർ പാടും.
നമസ്കാരം സാബു സാർ. പഠിക്കൂ. ഈ പാട്ടിനേക്കാളും മനോഹരമായിരുന്നു സാർ മനോജ് സാറിൻ്റെ ഗംഭീരമായ മനോഹരമായ വാക്കുകൾ സാർ. അത് കേൾക്കാൻ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പാട്ടിനെ പറ്റി പറയുമ്പോൾ ഇത് മനുഷ്യ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ് സാർ. ഈ വെള്ളം, ജലം, നദി എന്നൊക്കെ പറഞ്ഞാൽ അതാണല്ലോ സാംസ്കാരിക കേന്ദ്രങ്ങൾ. നൈൽ നദീതടം, സിന്ധു നദീതടം, ടൈഗ്രീസ് നദീതടം, ചൈനയിലെ ഹോങ്കോയ് നദീതടം, ഇവിടെയൊക്കെയാണ് സാംസ്കാരിക കേന്ദ്രങ്ങൾ, മനുഷ്യന്റെ ഉൽപ്പത്തി. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനോഹരമായ ഒരു പാട്ടാണ് സാർ. ഞാൻ മനോജ് സാറിനെ പ്രത്യേകം നന്ദി പറയാണ് സാർ. രണ്ടുപേര് ഞാൻ പാടാൻ ശ്രമിക്കാം. ഓക്കെ. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ, മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ, പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അടുത്ത പാട്ടിൽ പോവാം. അടുത്ത പാട്ട് എന്ന് പറഞ്ഞാൽ നീലജലാശയത്തിൽ. വീണ്ടും കറക്റ്റ് ജലം വരുന്ന ഒരു പാട്ടാണ്. മനോഹരമായൊരു ടി ഉമ്മറിൻ്റെയും പിച്ചു തിരുമലയുടെയും കെ ജെ യേശുദാസിൻ്റെയും കൂടിച്ചേർന്ന ഒരു മനോഹരമായ ഗാനം, അംഗീകാരം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി. ആരാ പാടുന്ന ആദ്യം? നീലജലാശയ അഭിനമ പാടും. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയായി, ഹംസങ്ങൾ സ്വപ്നങ്ങളായി, ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർപ്പുമിളകളായി, അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി, നീലത്താമരയായി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നിമിഷം വാചാലമായി, ജന്മങ്ങൾ സഫലങ്ങളായി, നിന്നിലും എന്നിലും ഉൾപ്രേരണകൾ ഉത്സവ മത്സരമാടി. നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നിർത്തിയ കമ്പളമായി, ആദ്യ സമാഗമമായി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാ പാടാനുള്ള? പാടാം. പാടി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂക്കളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു.
നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂകുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. ഹൃദയം പൂപ്പൊയ്കയായി, ഹംസങ്ങൾ സ്വപ്നങ്ങളായി. ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർ കുമിളകളായി. അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി, നീലത്താമരയായി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂകുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നിമിഷം വാചാലമായി, ജന്മങ്ങൾ സഫലങ്ങളായി. നിന്നിലും ഉൾപേരണകൾ ഉത്സവമത്സരമാടി. നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ കീർത്തിയ കമ്പളമായി. ആദ്യ സമാഗമമായി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂക്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. താങ്ക് യു സർ. ഒന്ന് ശ്രമിക്കട്ടെ സാറേ. സാറില്ലേ? പരമാവധി മാം പാടിക്കോളൂ. യെസ്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞ. നീലജലാശയത്തിൽ നിമിഷം വാചാലമായി, ജന്മങ്ങൾ സഫലങ്ങളായി. നിമിഷം വാചാലമായി, ജന്മങ്ങൾ സഫലങ്ങളായി. നിന്നിലുമെന്നിലും ഉൾപ്രേരണകൾ ഉത്സവമത്സരമാടി. നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നീർത്തിയ കമ്പളമായി. ആദ്യ സമാഗമമായി. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞ. നീലജലാശയത്തിൽ. താങ്ക് യു സർ. സാർ ഞാൻ പറയട്ടെ. ജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു
ലാളനും ഏറ്റുമയൽ നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമരവിരി നീലജലാശയത്തിൽ. താങ്ക് യു. ജ്യോതികുമാർ ഞാൻ സാർ, പാട്ടാ സാർ. ഒരു മിനിറ്റ്, ജ്യോതികുമാർ സാർ ഒന്ന് പാടിക്കോട്ടെ. ഒറ്റ മിനിറ്റ്. ജ്യോതികുമാർ സാർ ഒന്ന് പാടി. യെസ് സാർ. ആ, നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരജലാശയത്തിൽ നിമിഷം സ്വാചാലമായി ജന്മങ്ങൾ സഫലങ്ങളായി നിന്നിലുമെന്നിലും ഉൾപ്രേരണകൾ ഉത്സവമത്സരമാടി നിശയുടെ നീളിമ നമ്മുടെ മുന്നിൽ കമ്പളം ആദ്യ സമാഗമമായി നീലജലാശയത്തിൽ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. ശ്രീകുമാരി മാം പാടിക്കും. താങ്ക് യു സാർ. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ നിമിഷം വാചാലമായി ജന്മങ്ങൾ സഫലങ്ങളായി നിന്നിലുമെന്നിലും ഉൾപ്രേരണകൾ ഉത്സവമത്സരമാടി നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നിർത്തിയ കമ്പളമായി ആദ്യ സമാഗമമായി നീലജലാശയത്തിൽ. താങ്ക് യു സർ. സ്നേഹതമം പാടിക്കും. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം
അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നിമിഷം വാചാലമായി ജന്മങ്ങൾ സഫലങ്ങളായി നിന്നിലും എന്നിലും ഉൾപ്രേരണകൾ ഉത്സവം തന്നലാടി നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നീർത്തിയ കമ്പളമായി ആദ്യ സമാഗമമായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. താങ്ക് യു സർ. ഓക്കെ, യുവർ സർ. താങ്ക് യു സർ. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി അവയുടെ ലാളനമേറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നിമിഷം വാചാലമായി ജന്മങ്ങൾ സഫലങ്ങളായി നിന്നിലുമെന്നിലും ഉൾപ്രേരണകൾ ഉത്സവമത്സരമാടി നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നിർത്തിയ കമ്പളമായി ആദ്യ സമാഗമമായി നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. താങ്ക് യു സർ. ഓക്കെ, ഇനി നീലജലാശയത്തിൽ ഇറങ്ങാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നോക്കിട്ടോ സർ. വരൂ. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ ഹൃദയം പൂമ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ഹൃദയം പൂമ്പൊയ്കയായി ഹംസങ്ങൾ സ്വപ്നങ്ങളായി ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി അവയുടെ ലാളനം ഏറ്റുമയങ്ങും നീയൊരു താമരയായി നീലത്താമരയായി നീലജലാശയത്തിൽ. താങ്ക് യു സർ.
ഓക്കെ, ഇനി ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. ജോസഫ് സ്റ്റോൺ സാർ ഉണ്ടോ? ആ, വേറെ ഇനി ആരുള്ള എല്ലാവരും പാടിയോ? ഓക്കെ. ഹൃദയം പൂമ്പൊയ്കയായി, ഹംസങ്ങൾ സ്വപ്നങ്ങളായി, ആയിരമായിരം അഭിലാഷങ്ങൾ തെളിനീർക്കുമിളകളായി, അവയുടെ ലാളനം ഏറ്റുമയും നീയൊരു താമരയായി, നീലത്താമരയായി, നിമിഷം വാചാലമായി, ജന്മങ്ങൾ സഫലങ്ങളായി, നിന്നിലും എന്നിലും ഉൾപ്രേരണകൾ ഉത്സവമത്സരമാടി, നിശയുടെ നീലിമ നമ്മുടെ മുന്നിൽ നിർത്തിയ കുമ്പളമായി, ആദ്യ സമാഗമമായി, നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ, നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. ഓക്കെ, ഇനി നമുക്ക് സമയമുണ്ടോ? 8 മണി കഴിഞ്ഞല്ലേ? ഒരു പാട്ട്, 1-2 പാട്ട് കൂടി പാടി 1-2 പേര് പാടിയൊക്കെ നടത്താമോ? വളരെ മനോഹരമായ പാടാണ്. പെരിയാറെ പെരിയാറെ, എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു 4 വരി കേട്ടോ. പെരിയാറെ പെരിയാ. ജോസഫ് ജോൺ സാർ തുടങ്ങും. ഞാൻ കളകളം ഒന്ന് പാടിയിട്ട് പോലെ ഏ ഞാൻ പറഞ്ഞ പാട്ടൊന്ന് പാടാം. ഒരു യെസ് യെസ്, അത് പാടി. കഴിഞ്ഞിട്ട് യെസ്. കളകളം കായലോളങ്ങൾ പാടും കഥകൾ, ഒരു മുത്തുപോലാം പെൺകിടാവിൻ, കുട്ടനാടൻ പെൺകിടാവിൻ കത്തും നോവുകൾ, പൂക്കളായി നറും തെച്ചി പൂക്കളായി കണ്ണുനീർ വാർക്കും കഥകൾ, കളകളം കായലോളങ്ങൾ പാടും കഥകൾ, വിരഹിണി നീ വാർക്കും കണ്ണുനീർ, കതിർമണിയായി മണ്ണിൽ നീളവേ, അത് വയൽക്കിളികൾ കൊയ്തുപോയി, വളകിലുക്കി കൊയ്തുപോയി, ആനേം തേരാ കാട്ടിലും പിന്നെ ആടും കേറാ മേട്ടിലും ചെന്നു വിതച്ചു, കറുത്ത പെണ്ണെ നിന്നെ കാണുവാൻ, കടൽ തിര പോൽ കേഴും കാമുകൻ, ആ പവിഴമല്ലി പൂത്ത ദിക്കിൽ അവനെ ഇന്ന് കണ്ടുവോ നീ, ഏതോ സ്വപ്നം കണ്ണിലും പിന്നെ ഏതോ ഗാനം ചുണ്ടിലും എന്നേ പൊലിഞ്ഞു, കളകളം കായലോളങ്ങൾ പാടും കഥകൾ. താങ്ക് യു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സാർ. ഈ പാട്ട് 2-3 പേരെന്ന് ജസ്റ്റ് ഒരു 4 വരി കേട്ടോ, ഒത്തിരി നീട്ടി പോണ്ട. 8 മണി കഴിഞ്ഞു. ബിനാമാം പഠിക്കും. എന്നാൽ രമാവതി മാം പാടും. ആരാണെന്ന് വെച്ചാൽ പഠിക്കും. മയിലാടും കുന്നിൽ പിറന്നു, പിന്നെ മൈലാഞ്ചിക്കാട്ടിൽ വളർന്നു, മയിലാടും കുന്നിൽ പിറന്നു, പിന്നെ മൈലാഞ്ചിക്കാട്ടിൽ വളർന്നു,
നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണ് നീ, ഒരു നാടൻ പെണ്ണാണ് നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, കുളിരം കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. താങ്ക് യു സർ. ഞാൻ പാടട്ടെ സാറേ? ഞാൻ പാട് പാട്. പൊന്നലകൾ പൊന്നലകൾ ശരിയാ. ഞൊറിഞ്ഞൊരുത്തു പോകാനൊരുങ്ങുകയാണല്ലോ, മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാള് കൂടണം, ശിവരാത്രി കാണേണം നീ, ആലുവ ശിവരാത്രി കാണേണം നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. താങ്ക് യു സർ. ഞാൻ പാടാം സാറേ? ആ പാട് പാട്. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ടു കുണുങ്ങും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ മയിലാടും കുന്നൽ പിറന്നു, പിന്നെ മയിലാഞ്ചി കാട്ടിൽ വളർന്നു, നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ, ഒരു നാടൻ പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ പൊന്നലകൾ പൊന്നലകൾ ഞൊറിഞ്ഞെടുത്തു പോകാനോയാണല്ലോ, മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാള് കൂടണം, ശിവരാത്രി കാണേണം നീ, ആലുവ ശിവരാത്രി കാണേണം നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, അവന് പഠിക്കൂ. പാട്ടെ. ആ പാടും. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി നീ, ഒരു മലയാളി പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, മയിലാടും കുന്നിൽ പിറന്നു, പിന്നെ മൈലാഞ്ചി കാട്ടിൽ വളർന്നു, നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ, നാടൻ പെണ്ണാണു നീ. പൊന്നലകൾ ഞൊറിഞ്ഞുടുത്തു പോകാനൊരുങ്ങുകയാണല്ലോ, മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാള് കൂടണം, ശിവരാത്രി കാണേണം നീ, ആലുവ ശിവരാത്രി കാണേണം നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. താങ്ക് യു സാർ. ഓക്കെ, ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? ഞാൻ നോക്കട്ടെ സാർ? സാറേ ഞാനും. ആ നോക്കി, ആദ്യം നോക്കി രമാദേവി പാടിക്കും, അതിനുശേഷം ജോർജ് സാർ പാടും.
പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കൂളുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കൂളുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. മയിലാടും കുന്നിൽ പിറന്നു, പിന്നെ മൈലാഞ്ചി കാട്ടിൽ വളർന്നു. മയിലാടും കുന്നിൽ പിറന്നു, പിന്നെ മൈലാഞ്ചി കാട്ടിൽ വളർന്നു. നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ, ഒരു നാടൻ പെണ്ണാണു നീ. നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ, ഒരു നാടൻ പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കൂളുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. താങ്ക് യു സർ. ജോസ് പൊന്നലകൾ ഞൊറിഞ്ഞൊടുത്തു പോകാനൊരുങ്ങുകയാണല്ലോ. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളു കൂടണം, ശിവരാത്രി കാണണം നീ. ആലുവ ശിവരാത്രി കാണണം നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. താങ്ക് യു സർ. ഓക്കെ, വേറെ ഇനി ആർക്കെങ്കിലും? സാറേ, ഓക്കെ, ഒരു നിർദ്ദേശം വെച്ചോട്ടെ. ആ പറയും. നമ്മുടെ കൂട്ടത്തിൽ പാട്ടുകാർ കൂടുതലാണ്. അപ്പൊ ഈ 4 ലൈൻ പാടാനൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വിഷമമാണ്. നമുക്ക് ഒരു പാട്ട് ഒരു 2-3 പേര് പാടി കഴിഞ്ഞിട്ട് ആ പാട്ടിന് ഒരു 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 സമൂഹ ഗാനം പോലെ എല്ലാവരോടും അങ്ങ് കൂടി പാടുക. എല്ലാവരും അങ്ങനെ പാടാൻ ഓരോ ഭയങ്കര പാട്ട് പാടുമ്പോൾ വോയിസ്. എല്ലാവർക്കും അവസരവും കിട്ടും. എല്ലാവരും പാടുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആർക്കും കേൾക്കാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ ഒരു കുഴപ്പം. അല്ല, വോയിസ് പാടി എന്നുള്ള ഒരു സുഖം തൃപ്തി എനിക്ക് അല്ല, അതിപ്പോ കിട്ടുമല്ലോ. ഓരോരുത്തർ പാടുമ്പോൾ കൂടെ പാടാലോ. ഇപ്പൊ നമ്മളിപ്പോ ആ, 2-3 അതെ പാടാൻ അന്നേരം പാടും. അല്ല, അതെ, ഇങ്ങനെയൊന്ന് ഏറ്റവും തോന്നി നല്ലോണം ആള് പെട്ടെന്ന്. പാടാൻ വേണ്ടി സമയം കൊടുക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ലോണം ആൾ പാടുമ്പോൾ നമുക്ക് അതിന്റെ ട്യൂൺ കിട്ടുമല്ലോ. പിന്നെ ഏകദേശം ഒക്കെ പാടാം. അതെ സ്നേഹിതമാൻ കൂടെ പാടും. അതെ അതെ അതുകൊണ്ട് 3-4 പേര് പാടി കഴിയുമ്പോൾ എല്ലാവർക്കും പാടാൻ അവസരമായി എന്നൊന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് പറഞ്ഞു. താങ്ക് യു സർ. ഓക്കെ. ഓക്കെ, സ്നേഹിതമാമ്പ സ്നേഹിതമാം അൺമ്യൂട്ടായി പോലോ. അൺമ്യൂട്ട് ചെയ്യും. ആ ആ, പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. മയിലാടും കുന്നിൽ പിറന്നു, പിന്നെ മൈലാഞ്ചി കാട്ടിൽ വളർന്നു. നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ, ഒരു നാടൻ പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ പൊന്നലകൾ ഞൊറിഞ്ഞൊടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാള് കൂടണം, ശിവരാത്രി കാണേണം നീ. ആലുവ ശിവരാത്രി കാണേണം നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ,
ഒരു മലയാളി പെണ്ണാണ് നീ. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ ജലദിനവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ ആശംസകളും നേരെയാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കാണാം. ഓക്കെ, സി യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു. സാറേ, ആ സാബു സാറേ, പറയും. അതിൽ തന്നെ നമ്മള് സോറി അതിൽ തന്നെ മറ്റേ ആ നാടകമാണ് സാർ. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ. അതിൽ ആ വരികള് നീളെ നീളെ പാടങ്ങളെല്ലാം കൊതി തുള്ളി നിൽക്കവേ തേന്മഴ തൂകാൻ ഉൾക്കുളിർപ്പാകാൻ നീ വരില്ലേ നീ. അതുപോലെ കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമൂകിൽ മാനത്ത് വന്നു മിഴിനട്ടു നിന്നൊരു മാടത്തിൻ മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തത്. അത് അർത്ഥമുള്ള പാട്ടാണ് പറയുമ്പോൾ ജലമായിട്ട് അതെ, ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. പാട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, അപ്പൊ സി യു. ഗുഡ് നൈറ്റ്. ബൈ.